യെസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമുക്കിന്ന് സ്ഥലം വരെ പോകണം. എങ്ങോട്ടാന്നല്ലേ ഗായ്സ്? എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ വണ്ടി അങ്ങ് എടുക്കാം ഗായ്സ്. അല്ല പിന്നെ നമുക്കൊരു അടിപൊളി വണ്ടി എടുക്കുക വെച്ചാൽ നമ്മളെ കയ്യിലാകെ 2-3 വണ്ടിയായിട്ടേ ഉള്ളൂ. രണ്ട് വണ്ടിയുള്ളൂ, ഒരു ബൈക്കും ഒരു കാറും ഉണ്ട്. നമുക്കപ്പോൾ പുതിയ ഒരു വണ്ടി കൂടെ എടുക്കാം ഗായ്സ്. ഒരു പുതിയ വണ്ടിയാവുന്നത് നല്ല കാര്യം തന്നെയാണ്. ഗൈസ്, നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് സ്കോർപ്പിയോ ആണ്. നമുക്ക് ഈ സ്കോർപ്പിയോ എടുത്തിട്ട് വേഗം പോവാം. എങ്ങോട്ടെന്നല്ല, നമുക്ക് വർക്ക്ഷോപ്പിൽ പോവാം. കാരണം മോഡിഫൈ അതൊരിക്കലും മറക്കാത്തൊരു കാര്യമാണ്. നമുക്ക് മോഡിഫൈ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് മോഡിഫൈ ചെയ്യാം ഗൈസ്. ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ് ചെയ്യൂ. അടിപൊളിയാണെങ്കിൽ അടിപൊളി എന്ന് കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് വേഗം പോവാം, വേഗം വീട്ടിൽ പോവാം. എന്നിട്ട് വേണം ഫെലിക്സിൻ്റെ മുന്നിൽ പട്ടി ഷോ ഇറക്കാൻ ഗൈസ്. നിർത്ത്. ഇന്ന് ഞങ്ങൾക്ക് പൈസ തരാണ്ട് ഇവിടുന്ന് ആരും പോവില്ല. എന്ത് പൈസ? ഞങ്ങൾക്ക് എല്ലാ മാസവും ഇനി മുതൽ പിരിവാണ്. ഞങ്ങൾ അവിടുത്തെ ന്യൂ ഗ്യാങ്സ്റ്റർ. ആണോ ചേട്ടാ? ഞാൻ പിരിവ് തരാം കേട്ടോ. ഗൈസ്, അവന്മാരെന്താ വിചാരിച്ചേ? നിങ്ങളെക്കാട്ടും വലിയ ഗ്യാങ്സ്റ്ററാണ് ഞാൻ. അല്ല പിന്നെ ബാക്കി പറയാൻ സമ്മതിച്ചില്ല ഗൈസ്. അവന്മാരയ്യോ. നമുക്ക് വീട്ടിൽ പോവാം ഗൈസ്. അല്ല പിന്നെ അവന്മാരൊക്കെ വിചാരം എന്താ? ഞാനാണ് ഇവിടുത്തെ ഗ്യാങ്സ്റ്റർ. അതെന്തായാലും ആവട്ടെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഫെലിക്സിൻ്റെ അടുത്ത് പോവാം. ഫെലിക്സേ, ഗുഡ് മോർണിംഗ്. എന്താടാ? നിനക്ക് തലയ്ക്ക് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ലടാ. നിനക്കൊരു സാധനം കാണിച്ചു തരാനുണ്ട്. എന്താ? അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട്, ഞാനേ വണ്ടിയിട്ട് വരുമായിരുന്നു. ആ സമയത്ത് കുറച്ച് ഗുണ്ടകളുണ്ടായിരുന്നടാ. തടഞ്ഞുണ്ടാവൂല്ലേ? ഇടിച്ച് പൊളിച്ച്. ഇതാണോ പുതിയ വണ്ടി? പുതിയ വണ്ടിയാ. ഇതായിട്ടാണോ നീ ഇടിച്ചു പൊളിച്ചേ? അവന്മാരെയൊക്കെ ഇതുകൊണ്ട് ഇടിച്ച് ഞാൻ മറിച്ചു. നിനക്കെന്താ പുച്ഛം? നീ എന്തൊരു പുച്ഛം ഇടുന്നേ? വലിയ കാര്യമായി. നിൻ്റെ ഒരു പർപ്പിൾ കളറ് എൻ്റെ മുഖത്തുനിന്ന് തന്നെ മനസ്സിലായി ഗൈസ്. പുച്ഛന്ന്. അല്ല പിന്നെ അവന്മാർക്കൊക്കെ പുച്ഛ. നമ്മളെന്തൊരു അടിപൊളി കളർ അടിച്ചേ. പർപ്പിൾ നല്ല കളറല്ലേ ഗൈസ്? അതെന്തായാലും ആവട്ടെ. നമുക്ക് ഈ ഫാക്ടറിയിലൊരു പണിയുണ്ട് ഗൈസ്. നമുക്ക് വേഗം ഫാക്ടറിയിൽ പോവാം. ഗേൾസ്, നമുക്ക് ഇന്നൊരു പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഒരുത്തൻ നമ്മുടെ അണ്ണനെ കൊല്ലാൻ നോക്കി ഗൈസ്. അണ്ണനെ ആൾക്കാർ. അല്ല പിന്നെ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അവൻ്റെ വണ്ടി. നമുക്കിനി വേഗം ഇവിടുന്ന് ഓടാം ഗൈസ്. ആരെങ്കിലും കാണണം ഗൈസ്. ആവശ്യമൊക്കെ കഴിഞ്ഞു. ഇതെന്താ ഗൈസ്? ഇവിടെ ഒരു ലോറിയൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. എൻ്റെ വണ്ടി ഇവിടെ? എൻ്റെ വണ്ടി കാണാനല്ലോ ഗൈസ്. ഇവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചേ? ചേട്ടാ. എന്താ മോനെ? ചേട്ടാ, ഒരു കാര്യം ചോദിക്കണ്ട. ഇവിടെ ഒരു മോഡിഫൈ സ്കോർപ്പിയോ ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും ഇത് കണ്ടോ? ആരെങ്കിലും അടിച്ചു മാറ്റിയതാണോ? എടാ, ഒരുത്തം വന്ന് അത് ആ ലോറി കൊണ്ട് ഇടിച്ചു. അപ്പോൾ അത് പൊട്ടിത്തെറിച്ചു പോയി. പൊട്ടിത്തെറിച്ചു പോയി. വേഗം വന്നവൻ നല്ല സ്പീഡിലാണ് വന്ന് ഇടിച്ചേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊട്ടിപ്പോയി. ശരി മോനെ. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ അങ്കിൾ. ഓക്കെ ഗായ്സ്, അപ്പോൾ അങ്കിള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അങ്കിളില്ല, നമ്മളെ വഴി കൂടെ പോകണ അങ്കിള് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ലോറി കൊണ്ട് ഏതോ ഒരാൾ നമ്മുടെ വണ്ടി ഇടിച്ചിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി പൊട്ടി തെറിച്ചു എന്നൊക്കെ പറയണം. എന്നാൽ ആരാവും ഗായ്സ് എനിക്ക് പണി തന്നെ? ഞാൻ ആരും ഉപദ്രവിച്ചില്ലല്ലോ. ഞാൻ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് ആരാണ് എനിക്ക് പണി തരാൻ മാത്രം? നമുക്ക് നോക്കിയൊക്കെ ആരാന്നൊക്കെ. നമുക്ക് തൽക്കാലം ഈ വണ്ടി എടുത്തിട്ട് തന്നെ പോവാം ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്. വീട്ടിൽ ആരൊക്കെ ഉണ്ടല്ലോ? ഏതാ ആൾക്കാരൊക്കെ? നമുക്ക് നോക്കി നോക്കാം. നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പോണ സമയത്ത് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇടിച്ചിട്ട ആൾക്കാരല്ലേ ഇവർ. ഇവന്മാരെൻ്റെ വീട്ടിലെങ്ങനെ എത്തി നോക്കാം. ഇന്നെ പിടിച്ചോടാ. അല്ല പിന്നെ അവന്മാരൊക്കെ വിചാരം എന്താ? നിനക്ക് ഞാൻ ആരാന്നല്ല? നീ ആരാന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു തേങ്ങയില്ലല്ലോടാ. ഗായ്സ്, നമ്മൾ മരൊക്കെ അടിച്ചിട്ട് എങ്ങോട്ടാടാ ഓടുന്നേ? എന്താ മോനെ, പേടിച്ചു പോയോ? പേടിച്ചിട്ടില്ലടാ, ഞാൻ ജസ്റ്റ് ഓടുന്നേ ഉള്ളൂ. ഇനി നീ എങ്ങനെ ഓടുന്നു ഞാനൊന്ന് കാണട്ടെ. അവൻ്റെ കാലും കയ്യൊക്കെ പൊട്ടിത്തെറിച്ചു. എന്നാ പിടിച്ചോടാ, എല്ലാവരും ചാവുക. അല്ല പിന്നെ ഗൈസ്, എല്ലാത്തിനും തീർത്തു കളഞ്ഞു നമ്മൾ. അവന്മാരൊക്കെ വിചാരം എന്താ? ജാക്ക് വെറും മൊണ്ണയാണെന്നോ? അതെന്തായാലും ആവട്ടെ. നിങ്ങൾ വിചാരിച്ചില്ലല്ലോ ഞാൻ മൊണ്ണയെന്നും. നമുക്ക് വേഗം പോവാം ഗൈസ്. നമുക്കൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്യാം ഗൈസ്. കുറേ ദിവസമായി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നല്ല അങ്ങോട്ട് മസിൽ വരട്ടെ ഗൈസ്. നമ്മൾ നന്നായിട്ടൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്തു. ഇനി നമുക്ക് വേഗം പോയിട്ടൊന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടൊന്ന് കുളിക്കാം ഗൈസ്. നല്ല തണുത്ത വെള്ളമെന്നാണ് തോന്നണം. തണുത്ത വെള്ളം. നീ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയില്ലടാ ഫെലിക്സ്.
ഹോർലിക്സ്. ഏയ് നല്ല തണുപ്പ്, അത് സുഖമുണ്ട് കുളിക്കാൻ. ഓ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ജലദോഷം വന്ന് ഞാൻ കൊണ്ടുപോകില്ലേ? ഓ ബൈക്ക് ഉണ്ടല്ലോ, ഞാൻ ബൈക്കോളാം. ഓ അവന് ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ അടിപൊളി ഡ്രസ്സാണ് ഗൈസ്. നമുക്ക് അവൻ്റെ അടുത്ത് കറങ്ങാണ്ടോ ചോദിക്കാം. എടാ നീ കറങ്ങാണ്ടോ? ഏയ് ഞാൻ കുളിച്ച് വന്നതാടാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങട്ടെ. എന്നാ നീ ഉറങ്ങിക്കോ, നല്ല ഉറക്കം വന്നോണ്ടാ, അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. ഓ പിന്നെ നമുക്ക് വേഗം പോവാം ഗൈസ്. നമ്മൾ എങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് വെറുതെ മേലെ പോയിരിക്കാം. നമുക്ക് ടി വിയിൽ വല്ലതും ഉണ്ടോ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലത്തെ ഫണ്ണി ഗെയിമറിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇരുന്ന് കാണാൻ, നിങ്ങൾ കാണാറുണ്ടോ ഫണ്ണി ഗെയിമറിൻ്റെ? ഞാൻ കാണാറുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇരുന്ന് ടി വി കാണാം ഗൈസ്. ഇനി കുറച്ച് നേരം കൂളാവും ഗൈസ്. എടാ നീ ഉറങ്ങിയില്ലേ? ഇല്ലടാ, ഞാൻ കുറേ കിടന്നു നോക്കി, ഉറക്കം വരുന്നില്ല. എങ്കിൽ വാ നമുക്ക് പോവാ. ഓക്കെ എന്നാൽ ഞാൻ വരാം ഗൈസ്, നമുക്ക് എങ്ങോട്ടേലും പോവാം. നീ വരുന്നില്ലേ? ഞാൻ എന്താ വരുന്നടാ. ഗൈസ് നമുക്ക് വേഗം പോവാ ഗൈസ്. ഗൈസ് ഒരു മിനിറ്റ്, ആരും വിളിക്കണം നോക്കട്ടെ. ഗൈസ് നമ്മൾ സാറുമാരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. എടാ ഇങ്ങോട്ട് വേണം. അതെ വരുന്നേ, നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ സാറേ? നീയല്ലേ ജാക്ക്? അതെ സാറേ, സാറിന് എന്നെ അറിയുന്നില്ലേ? അറിയുന്നൊക്കെ തന്നെയാണ്. എടാ ആ ലോക്കപ്പിൽ കിടക്കണ ജയിൽ പുള്ളികളൊന്നും നിനക്കറിയോ? നോക്കട്ടെ. ഇതവരല്ലേ നമ്മളെ കൊല്ലാൻ നോക്കിയത്? ഇതവരെന്നെയാണല്ലോ ജാക്ക്. സാറേ എന്താ പ്രശ്നം? എടോ നീ അവന്മാരെ എന്തേലും ചെയ്തോ? അവർ എൻ്റെ വണ്ടിയൊക്കെ കത്തിച്ച് അവർ റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കി. ആ സമയത്ത് ഞാനൊന്ന് കയറി ഇടപെട്ടു. അപ്പോൾ അവരെൻ്റെ വണ്ടി എത്തിച്ചു. അപ്പോൾ അതിന് ഞാൻ RPG എടുത്ത് കൊല്ലാൻ നോക്കിയില്ലേ? അതിന് നിന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് വിളിച്ചത്. സാർ എന്ത് തേങ്ങയാണ് പറയുന്നത്? നീ ഒരുത്തനെ RPG ഇട്ട് കൊല്ലാൻ നോക്കിയിട്ട് ഞാൻ എന്ത് തേങ്ങ പറയണമെന്നോ? പിടിച്ച് ലോക്കപ്പിലിട്ട് PC. ഓക്കെ സാർ. ഗായ്സ് ഇത് എന്ത് ജീവിതമാണ് ഗൈസ്, നമ്മളതാ ലോക്കപ്പിൽ പിടിച്ച് ഇട്ടേക്കണേന്. നമ്മളിനി എന്ത് ചെയ്യും ഗൈസ്? ഇവന്മാരൊക്കെ അന്ന പിടിച്ചോടാ. തല്ലല്ലേ, നീയൊക്കെ എന്താണ് വിചാരിച്ചേ ഞാൻ പൊട്ടനാന്നോ? ഗൈസ് ജയിലിൽ കിടന്ന് അടി ഉണ്ടാക്കല്ലേ തേങ്ങ ഗൈസ്. നമ്മൾ ജയിലിൽ പിടിച്ചിട്ട് ഫെലിക്സ് പോവുകയും ചെയ്തു, ചതിയൻ. വെയിൽ കൊള്ളാൻ പോയിക്കോ. ഓക്കെ സാറേ, ബായ്. ഗായ്സ് അല്ല പിന്നെ നമ്മൾ വേഗം നമുക്ക് വണ്ടി എടുത്ത് പോവാ. നിൽക്ക് നിൽക്കണ അവിടെ. സാറ് പറയുമ്പോൾ നിൽക്കാനും സാറ് പറയുമ്പോൾ ഓടാനും മാത്രം ഞാൻ സാറിൻ്റെ ഫാനല്ല. അല്ല പിന്നെ ഗൈസ് നമുക്ക് എല്ലാത്തിനും ഇടിച്ച് തെറിപ്പിച്ച് പോവാ ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ബാക്കിൽ നിന്നെന്തോ പീ 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതെന്താ പോലീസോ? എടാ പിടിക്കടാ, പക്കടോ. സാറേ പക്കടണ്ട, എന്നെ പക്കടാൻ പറ്റൂല. എന്നാ പിടിച്ചോ. അയ്യോ ഗൈസ് ഞാൻ പോയേ. ഗൈസ് പറയടാ, എന്തിനാടാ നീ അവരെ കൊല്ലാൻ നോക്കി? ആരാടാ നിനക്ക് കൊട്ടേഷൻ? എനിക്കാരും കൊട്ടേഷൻ തന്നല്ലേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. നീ പറയണതൊക്കെ സത്യമാണോ? ഞാനതൊക്കെ അങ്ങ് വിശ്വസിക്കണ്ടടാ. എന്നാ പിടിച്ചോ. വെയിൽ ഒളിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് ഗൈസ് നല്ല അടി കിട്ടിയ. എന്താടാ നീ വിചാരിച്ചോളാ, എൻ്റെ പേര് ജോൺ എന്നാണെങ്കിൽ ഞാൻ നിന്നെ പൊളിച്ചടുക്കി തരടാ നിൻ്റെ ജീവിതം. നീ എൻ്റെ ജീവിതം എങ്ങനെ പൊളിക്കുന്നു ഞാൻ കാണിച്ചത്. ഗൈസ് പൊട്ടന്മാർ നമ്മളെ കയ്യിൽ നിന്ന് വെപ്പൺസ് ഒന്നും പേടിച്ചില്ല. നമുക്ക് ഇവന്മാരെ കൊല്ലം ഗൈസ്. അല്ല പിന്നെ 3 എണ്ണം ചത്ത് ഗൈസ്. അവൻ്റെ കൂടെ വേറെ 2 ഗുണ്ടുകളുണ്ടായിരുന്നു ഗൈസ്. നമ്മളിവിടെ മേലെ കയറിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വേഗം ഓടാം ഗൈസ്. ട്രാക്ടർ ചേട്ടാ. അയ്യോ മോനെ എന്താ ഇത്, എങ്ങോട്ടാ പോണ്ട? അയ്യാ ഇനി വീട്ടിൽ പോയി പൊത്തിയിരുന്ന് മോങ്ങിക്കോ ചേട്ടാ. നമുക്ക് വേഗം ട്രാക്ടർ എടുത്ത് പോവാം. ട്രാക്ടർ ഇതെടുത്ത് വേഗം പോവുക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ? ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. ഗുഡ് ബൈ.